സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്ന് നമ്മളൊരു പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറാണ് നോക്കണം. ഇപ്പോൾ പ്രസൻറ്റിൽ 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. പാസ്റ്റ് നോക്കുമ്പോൾ ദ ഹീറോഫൻ എന്നുള്ള കാർഡാണ്, മേജർ ആർക്കാന കാർഡാണ്. അതൊക്കെ പാസ്റ്റ് നോക്കുമ്പോൾ ഹീറോഫൻ എന്ന് പറഞ്ഞാൽ ഗുരു, മെൻറ്റർ, ഷെയറിങ് നോളജ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക. 2 ശിഷ്യന്മാരെ മുന്നിൽ കാണാം. തൻ്റെ നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു റോളാണ് ദ ഹീറോഫൻ എന്നുള്ളത്. മേജർ ആർക്കാന കാർഡാണ്. അടുത്ത പ്രസൻറ്റ് നോക്കിയപ്പോൾ 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 9 ഓഫ് സോർട്സ്. 9 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഭയവും ഉത്കണ്ഠയുണ്ടായിരിക്കണം. ഫിയർ ആൻഡ് ആങ്സൈറ്റി. പാസ്റ്റിലുണ്ടായ എന്തോ ഒരു ഫിയറിലും ആങ്സൈറ്റിയിലും ഇയാൾ കുടുങ്ങി കിടക്കണം. അപ്പോൾ അതിൽ മുഴുകിയിരിക്കാതെ അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നാണ് ഈ കാർഡ് പറയണത്. വേണമെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം നേടാം. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ട്സ് ആണ്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു. ഒരുപക്ഷെ ഇതൊരു പരമ്പരാഗതമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്തെങ്കിലും ആയിരിക്കാം. അവിടെ പാസ്റ്റിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് ഒരുപാട് പേടിയും ഉത്കണ്ഠയും ഉണ്ടാവുന്നു. അതുകൂടാതെ അവിടെ തന്നെ സംഘർഷം നടക്കുന്നു. 5 ഓഫ് വാണ്ട്സ് ആണ്. സംഘർഷം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം തേടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 2 പ്രസൻറ്റ് കണ്ടീഷൻ പറയുന്നത്. അടുത്ത കാർഡ് ഫ്യൂച്ചർ നോക്കുമ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഫ്യൂച്ചറിൽ കൂടുതൽ വെൽത്ത് സമ്പാദിക്കാനായിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പുതിയ സംരംഭം, കൂടുതൽ വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി പുതിയൊരു പ്രോജക്റ്റ്, പുതിയൊരു സംരംഭം, ഫിനാൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പുതിയൊരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു പുതിയ തുടക്കം ആരംഭിക്കുന്നു. അതിനുള്ള നല്ല സമയമാണെന്നുള്ളതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡ് പറയണത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.